തളിപ്പറമ്പ് മെയിൻ റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കുഴികൾ അടച്ച് അപകടം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായി. തളിപ്പറമ്പ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ മെയിൻ റോഡിലെ ന്യൂസ് കോർണർ ജംഗ്ഷനിൽ കേരള സ്റ്റോറിന് മുൻവശത്താണ് കുഴികൾ രൂപപ്പെട്ടത്. നേരത്തെയും ഇവിടെ കുഴികളുണ്ടായിരുന്നു. ഇവ ടാറിംഗ് നടത്തിയിരുന്നെങ്കിലും മഴയെ തുടർന്ന് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. ഓരോ ദിവസം ചെല്ലുന്തോറും വലുതായി വരുന്ന കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ബസ്സുകൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത്. കുഴികൾ ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുഴികൾ ടാർ ചെയ്ത് മൂടി അപകടം ഒഴിവാക്കണമെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിപ്പോയി ന്യൂസ് കോർണർ ജംഗ്ഷനിലേക്ക് തിരിയുന്നവിടെ 2-3 കുണ്ടും കുഴിയും ആയിട്ട് കുറേ ദിവസങ്ങളായി. അതിനകത്ത് ബൈക്ക് വീണിട്ട് സാധനം എടുത്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആൾക്കാരും അതിലേക്കൂടി ഞാൻ നടന്നു പോകുന്നു. ഇപ്പോൾ ബസ്സായാലും മറ്റ് വാഹനമായാലും അവിടെ അപകടം ഉണ്ടായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ കാൽനട യാത്രക്കാരെ തട്ടിക്കൂടായി ഒന്നുമില്ല. അവിടെ ട്രാഫിക് സംവിധാനം ഇല്ലാതുകൊണ്ട് 4 ഭാഗത്തുനിന്നും വണ്ടി വരുന്ന സ്ഥിതിയുണ്ട്. ആ ജംഗ്ഷനിൽ പണ്ട് അവിടെ ട്രാഫിക് യൂണിറ്റും ആളും ഉണ്ടായതാണ്. തച്ചങ്കേരിയില്ല സമയത്ത് അവിടെ ട്രാഫിക് ഒരു യൂണിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കാലഘട്ടപ്പെട്ടു. 9 ബോർഡും ഇല്ല. ഇപ്പോൾ അവിടെ 9 ബോർഡ് നേരത്തെ നമ്മൾ നഗരസഭയിൽ ചർച്ച ചെയ്തിട്ട് ഇങ്ങോട്ട് വണ്ടിയാണെന്നുള്ള ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ ഇവിടെ അംസക്കര കുടിയുടെ അവിടെ പറഞ്ഞതാണ്. ആ ട്രാഫിക് ആയാലും പരിസരത്ത് അവിടെ ബോർഡില്ലാതുകൊണ്ട് വലിയ ലോറിയെല്ലാം വന്ന് കയറുന്ന സ്ഥിതി. നിരന്തരം കുഴികൾ രൂപപ്പെടുന്ന ഭാഗം ഇന്റർലോക്ക് പതിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.